ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി കേട്ടോ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം: തദ്ദേശ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അതും PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇത് കാറ്റഗറി നമ്പർ 25/2022 ചോദിച്ച ചോദ്യമാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭേദഗതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 73, 74 എന്നീ ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് ഇതിനെയൊക്കെയാണ്? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണത്തെയാണ്. 73 പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും 74-ാം ഭേദഗതിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇത് ആരുടെ ശുപാർശയായിരുന്നു? ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 243A ആണ് ആൻസർ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 243A ആണ്. ഏഴാമത്തെ ചോദ്യം: പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. കാറ്റഗറി നമ്പർ 136/2022 ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം, ബൽവന്ത് റായ് മെഹ്തയും അശോക് മെഹ്ത രണ്ട് കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സംവിധാനവുമായി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 11A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? ഇതാണ് ചോദ്യം. ഏതാണ്? 74-ാം ഭേദഗതി കേട്ടോ. 74-ാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 11A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? 74-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? കില കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. കിലയാണ്.